UDF പ്രവർത്തകർക്ക് നേരെ നടന്ന ആക്രമണത്തിൽ ശക്തമായ പ്രതിഷേധവുമായി UDF നേതാക്കൾ. ആക്രമണത്തിനിരയായ പ്രവർത്തകരെ വിവിധ നേതാക്കൾ ഹോസ്പിറ്റൽ സന്ദർശിച്ചു. ചാനിയംകടവിൽ വെച്ചാണ് ഇന്നലെ UDF പ്രവർത്തകർക്ക് നേരെ ആക്രമണം നടന്നത്. ആക്രമണത്തിന് പിന്നിൽ CPM ആണെന്ന് UDF ആരോപിച്ചു. 3 UDF പ്രവർത്തകർക്കാണ് പരിക്കുപറ്റിയത്. ഇവരെ വടകര CM ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നേരത്തെ പ്രദേശത്ത് UDF സ്ഥാനാർത്ഥി പാറക്കൽ അബ്ദുള്ളയുടെ പ്രചാരണ ബോർഡ് നശിപ്പിക്കപ്പെട്ടിരുന്നു. പകരം വീണ്ടും UDF പ്രവർത്തകർ പുതിയ ബോർഡ് സ്ഥാപിച്ചിരുന്നു. തുടർന്നാണ് മാരകായുധങ്ങളുമായി സംഘടിച്ചെത്തിയ ഒരു സംഘം ആളുകൾ അക്രമം അഴിച്ചുവിട്ടത്. ആഷിഖ്, മുഹമ്മദ്, ഷഫീഖ് എന്നിവരാണ് ആക്രമിക്കപ്പെട്ടത്. മർദ്ദനമേറ്റവരുടെ കൈവശമുണ്ടായിരുന്ന പണവും ആക്രമികൾ കവർന്നതായി ആരോപണമുണ്ട്. കുറ്റ്യാടി UDF സ്ഥാനാർത്ഥി പാറക്കൽ അബ്ദുള്ള, ഷാഫി പറമ്പിൽ MP തുടങ്ങിയ പ്രമുഖ നേതാക്കൾ ആശുപത്രിയിലെത്തി ഇവരെ സന്ദർശിച്ചു. ഒന്നാമത്തെ കാര്യം, നാടിന്റെ സമാധാനം എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഏതാനും ദിവസങ്ങൾ മാത്രം അകലെയാണ്. നാടിന്റെ സമാധാനം കെടുത്തുന്ന സമാധാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്താനും സമാധാനത്തിൽ ജനങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഉണ്ട്. അത് നിഷേധിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ, പ്രചരണ ബോർഡുകൾ നശിപ്പിക്കുക, അതിന് ആളുകളെ കയ്യേറ്റം ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ അതിലൊരു ചെറുപ്പക്കാരൻ്റെ MRI സ്കാൻ റിപ്പോർട്ട് വരെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓർത്തോ ഡോക്ടർ വരട്ടെ, എന്നിട്ട് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പറയാം. അപ്പോൾ അതിനകത്ത് ഇംപ്രഷൻ പോലും അയാളുടെ ലിഗ്മെൻറ്റിന് പോലും ചെറിയ പരിക്കുകൾ ഉള്ളതായിട്ട് അതിനകത്ത് കാണുന്നു. ഓർത്തോ ഡോക്ടർ വരട്ടെ എന്നിട്ട് കാര്യങ്ങൾ പറയും. ഇത്തരം പ്രവണതകളെ CPM നേതൃത്വം നിലക്ക് നിർത്തണമെന്ന് നാടിൻ്റെ സമാധാനത്തിന് വേണ്ടി പറയാൻ ആഗ്രഹിക്കുക. കഴിഞ്ഞ ദിവസമാണ് ഒരു ചെറുപ്പക്കാരൻ്റെ വീട്ടിലേക്ക് അച്ഛനും അമ്മയും ഉറങ്ങുന്ന സ്ഥലത്തേക്ക് രാത്രി 12:30-ക്ക് ശേഷം വന്നിട്ട് ബോംബെറിഞ്ഞു. അപ്പോൾ അന്ന് അതിൽ പങ്കില്ലെന്നൊക്കെ പറഞ്ഞ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ വീട്ടിലൊക്കെ വന്ന് സന്ദർശിച്ചിട്ട് ഐക്യദാർഢ്യമൊക്കെ പ്രഖ്യാപിച്ചു. പക്ഷേ പിന്നീട് അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ DYFI നേതാവ്, അതൊരു അധ്യാപകൻ അച്ഛനും വേറൊരു പയ്യൻ്റെ അച്ഛനും അമ്മയും കിടന്നുറങ്ങുന്ന വീട്ടിലേക്ക് ബോംബെറിയുന്ന ആളാണെങ്കിൽ എന്തായിരിക്കും പിന്നെ കുട്ടികളുടെ അവസ്ഥ?